ORS ദിനമായി WHO ആചരിക്കുന്നു. വളരെ ലളിതവും എന്നാൽ ജീവൻ നിലനിർത്താൻ വളരെ പ്രാധാന്യമുള്ളതുമായ ഒരു പാനീയത്തിന്റെ പ്രാധാന്യത്തെ അത് സൂചിപ്പിക്കുന്നു. ORS, എ സിമ്പിൾ സൊല്യൂഷൻ ഫോർ എ ഹെൽത്തിയർ ഫ്യൂച്ചർ. ആരോഗ്യകരമായ ഭാവിക്ക് ലളിതമായ പരിഹാരം. ഈ മഴക്കാല സമയത്താണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായി വയറിളക്കം കാണപ്പെടുന്നത്. നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ ലോകത്തെമ്പാടും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണത്തിന്റെ കാരണം നോക്കുമ്പോൾ വയറിളക്കം 3-ാം സ്ഥാനത്തും ഇന്ത്യയിൽ അത് 2-ാം സ്ഥാനത്തുമാണ്. ഇപ്പോൾ വയറിളക്കം വരുമ്പോൾ നിർജ്ജലീകരണമാണ് അതിലെ അപകടം. എന്താണ് നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ? വയറിളക്കം വരുന്ന കുട്ടികൾക്ക് അമിത തോതിൽ പലതവണയായിട്ട് വയറ്റിൽ നിന്ന് പോകുമ്പോൾ വെള്ളവും ലവണങ്ങളും നഷ്ടപ്പെടുന്നു. അത് കാരണം ശരീരത്തിൽ ഇതിന്റെ അളവ് കുറയുമ്പോൾ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് നിർജ്ജലീകരണം. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ചെറിയ കുട്ടികളാണെങ്കിൽ പതപ്പ് താണിരിക്കുക, അമിതമായ ദാഹം, ക്ഷീണം, കണ്ണും നാവും വരണ്ടിരിക്കുക, മൂത്രത്തിന്റെ അളവിൽ കാര്യമായ കുറവ് വരിക. ഇതൊക്കെ നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങളാകാം. അപ്പോൾ ഇത് വരുന്നത് തടയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനാണ് ORS ലായനി. അതുതന്നെയാണ് അതിന്റെ പ്രാധാന്യവും. ORS എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ലവണങ്ങളും ഒരു പ്രത്യേക അളവിൽ ഉണ്ടാക്കിയിരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പൗഡറാണ്. 2 ടൈപ്പ് ഓഫ് ORS പാക്കറ്റ് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന 20 ഗ്രാമിന്റെ പാക്കറ്റും 4 ഗ്രാമിന്റെ ചെറിയ പാക്കറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ORS പാനീയം ഉണ്ടാക്കേണ്ടത്? ചെറിയ പാക്കറ്റ്, അതായത് 4 ഗ്രാമിന്റെ പാക്കറ്റ് ആണെങ്കിൽ 1 ഗ്ലാസ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലും 20 ഗ്രാമിന്റെ പാക്കറ്റ് ആണെങ്കിൽ 1 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലുമാണ് കലക്കേണ്ടത്. നന്നായി കലക്കിയതിനു ശേഷം വൃത്തിയുള്ള ഒരു പാത്രത്തിൽ ഒഴിച്ച് അടച്ചു വയ്ക്കുക. ഒരു തവണ കലക്കിയത് 24 മണിക്കൂർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്ങനെയാണ് ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് അളവിലാണ് കൊടുക്കേണ്ടത്? 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ 1/4 മുതൽ 1/2 ഗ്ലാസ് വരെയും, 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ 1/2 മുതൽ 1 ഗ്ലാസ് വരെയും, 10 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് അവരുടെ ആവശ്യാനുസരണവുമാണ് കൊടുക്കേണ്ടത്. ഓരോ തവണ വയറ്റിൽ നിന്ന് പോകുമ്പോഴും ഈ പറഞ്ഞ അളവിൽ ഇത് കൊടുക്കുക. ചെറിയ സ്പൂണിൽ കോരി കൊടുക്കുന്നതാണ് നല്ലത്, ഒരുമിച്ച് കുടിക്കുന്നതിനേക്കാൾ. ഇനി അഥവാ കുട്ടികൾ ഛർദ്ദിക്കുകയാണെങ്കിൽ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വീണ്ടും ആദ്യം കൊടുത്തതിനേക്കാൾ കുറച്ചും കൂടെ പതുക്കെ കൊടുക്കുക. ORS അല്ലാതെ മറ്റെന്തൊക്കെയാണ് നമ്മൾ വയറിളക്കം വരുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നത്? രണ്ടാമതായി കൊടുക്കുന്നത് സിങ്ക് ആണ്. സിങ്ക് 14 ദിവസം വരെ കുട്ടികൾക്ക് കൊടുക്കണം. സിങ്ക് കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് ഈ വയറിളക്കത്തിന്റെ തീവ്രതയെയും ദൈർഘ്യത്തെയും അത് കുറയ്ക്കുന്നതാണ്. എല്ലാ വയറിളക്കത്തിനും ആന്റിബയോട്ടിക്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മിക്ക വയറിളക്കങ്ങളും വൈറസ് ബാധ മൂലം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആന്റിബയോട്ടിക്സിന് അതിന് യാതൊരു റോളുമില്ല. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതിൽ ബ്ലഡിന്റെ അംശം, കടുത്ത പനി, മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷന് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ കൂടി ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടതാണ്. എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ വയറിളക്കമുള്ള കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ടത്? മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എല്ലാ ഭക്ഷണവും കൊടുക്കാം. ഭക്ഷണം ആ സമയത്ത് വളരെയധികം കുറയ്ക്കേണ്ട ആവശ്യമില്ല. ചില അമ്മമാർ കഞ്ഞി മാത്രമേ കൊടുക്കുകയുള്ളൂ. അതൊരു മിഥ്യാധാരണയാണ്. കുട്ടികൾക്ക് പൊതുവെ ഈ സമയത്ത് വിശപ്പ് കുറവായിരിക്കും. അപ്പോൾ ചെറിയ അളവിൽ ചെറിയ ഗഡുക്കളായി ചെറിയ ഇന്റർവെൽസിൽ കൊടുക്കുക. എന്തൊക്കെയാണ് കഴിവതും കൊടുക്കാതിരിക്കേണ്ടത്? 1, അധികം മധുരമുള്ള പഞ്ചസാര ചേർത്ത ഫ്രൂട്ട് ജ്യൂസസ്, പാക്കറ്റ് ജ്യൂസസ്. പിന്നെ ഓരോ തവണ വയറ്റിൽ നിന്ന് പോകുമ്പോഴും ബാർലി വെള്ളമോ വെറും വെള്ളമോ കൊടുത്തത് കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല. എപ്പോഴും പറയുന്നത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. അപ്പോൾ നമുക്കൊരു വയറിളക്കം വരുന്നതിനെ എങ്ങനെ തടയാം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വ്യക്തി ശുചിത്വമാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും ശേഷവും കൈ സോപ്പിട്ട് കഴുകുക. ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയും ഇത് തന്നെ പ്രാവർത്തികമാക്കുക. വളരെ ക്ലീൻ ആയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം യൂസ് ചെയ്യുക. ഉണ്ടാക്കിയ ഭക്ഷണം വൃത്തിയായ പാത്രത്തിൽ അടച്ചു സൂക്ഷിക്കുക. പിന്നെ നമ്മുടെ വൈറസ് ബാധ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, വൈറസാണ്, റോട്ട വൈറസ് പോലുള്ള വൈറസുകളാണ് കൂടുതലായും ചെറിയ കുട്ടികൾക്ക് ഡയറിയൽ ഡിസീസസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തടയാനായിട്ട് വാക്സിൻസ് അവൈലബിൾ ആണ്. റോട്ട വൈറസ് വാക്സിൻ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലും ഇൻക്ലൂഡഡ് ആണ്. 6, 10, 14 ആഴ്ചകളിലായി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. ബട്ട് വൺസ് അസുഖം വന്നു കഴിഞ്ഞാൽ കൃത്യമായി ശാസ്ത്രീയമായി ചികിത്സിക്കുക. താങ്ക് യു.